ആ പ്രാർത്ഥന നിസ്കാരമാകാം, പള്ളിയിലെ കുർബാനയാകാം, അമ്പലത്തിലെ പൂജയാകാം. അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. പ്രാർത്ഥിക്കണം. ഈ സവിതാവിനെ ഓം ഭൂർഭുവ സുവ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോനഃ പ്രചോദയാത്. പറഞ്ഞത് സംസ്കൃതത്തിലാണെങ്കിലും അതിനകത്ത് വേറെ മതമൊന്നുമില്ല. ഈ ഭൂമിയിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വരേണ്യനായ സവിതാവെ ധിയോ യോനഃ പ്രചോദയാത്, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്നാണ് അത് പാടുന്നത്. അപ്പൊ വിദ്യാലയങ്ങൾ, നമ്മുടെ വീടും വിദ്യാലയവും ഒക്കെ നമ്മുടെയും നമ്മുടെ വിദ്യാർത്ഥികളുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ഒരു മനുഷ്യൻ ഏറ്റവും സന്തോഷമായി ജീവിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് തിരിച്ചറിവാണ്, ബുദ്ധിയാണ്, മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈശ്വരൻ എവിടെയാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ടാകണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ വളരുമ്പോൾ, ഒരു വ്യക്തി വളരുമ്പോൾ ആദ്യമായി ഉണ്ടാകേണ്ടത് സമാധാനമാണ്. എന്താണ്? സമാധാനം ഉണ്ടാകണം. ആദ്യം സമാധാനം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യം